ഹായ് ഓൾ, വെൽക്കം ബാക്ക്. IBM 200 HR പ്രൊഫഷണൽസിനെ AI ഏജൻസി വെച്ച് റീപ്ലേസ് ചെയ്തു. അതുപോലെ എമിറേറ്റ്സ് ഗ്രൂപ്പ് അവരുടെ ഹയറിംഗ് ടൈം 60 ഡേയ്സിൽ നിന്നും 0 ഡേയ്സ് ആയിട്ട് അവർക്ക് കുറയ്ക്കാനായിട്ട് പറ്റി എന്നുള്ള ന്യൂസ് എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു റാഗ് ഏജൻസി ബിൽഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഗ് എന്താണ്, വാട്ട് ഈസ് റാഗ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് റാഗ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, അതുപോലെ ഏതൊക്കെ ഇൻഡസ്ട്രീസ് ഒരു യൂസ് കേസസ് എന്തൊക്കെയാണ്, പിന്നെ N8 വെച്ചിട്ട് എങ്ങനെയാണ് ഒരു റാഗ് ഏജൻറ്റിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എടുക്കുന്ന യൂസ് കേസ് എന്ന് പറയുന്നത് ഈ HR ഏജൻറ്റിനെയാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിലൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് റെസ്യൂംസ് മിക്ക കമ്പനികളുടെ കയ്യിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ഒരു റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് ആ ഒരു റെസ്യൂം ഡേറ്റാ ബേസിൽ നിന്നും ഓരോ റെസ്യൂം എടുത്ത് ചെക്ക് ചെയ്ത് HRs ഇരുന്ന് മാനുവലി ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്റർ ഡേറ്റാ ബേസിലേക്ക് നമ്മുടെ ഈ ഒരു റെസ്യൂമുകളെല്ലാം ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമ്മൾ റിട്രീവ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു ഏജൻറ്റിനെയാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ റാഗ് എന്താണെന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലെ AI ഓട്ടോമേഷൻസും AIയിൽ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് റാഗ് എന്നുള്ളതാണ്. റാഗിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ChatGPT ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ട്രെയിനിങ് ഡേറ്റ എന്ന് പറയുന്നത് ഒരു കുറച്ച് പീരീഡ് ഓഫ് ടൈമിൽ വെച്ചിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ GPT-4 എല്ലാ മോഡൽ റിലീസ് ചെയ്യുന്ന സമയത്തും അവർ ആ ഒരു ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു കട്ട് ഓഫ് ട്രെയിനിങ് ഡേറ്റ ടൈം എന്തോരം ആണെന്നുള്ളത്. അപ്പോൾ GPT-4 മോഡൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നവംബർ 2023 തൊട്ട് നിന്നും ഇപ്പോഴുള്ള GPT-4 മോഡൽ ജൂൺ 2024 വരെയുള്ള ഡേറ്റയാണ് ഇതിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ജൂൺ 2024 കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവില്ല, നമ്മുടെ ഈ ഒരു മോഡലിന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് തരാനായിട്ട് പറ്റില്ല. കാരണം അതിന് ജൂൺ 2024 വെച്ചിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് അതിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പുതിയതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണൽ ഡേറ്റ ഫയൽസിൻ്റെ കാര്യങ്ങൾ ഇതിന് ആക്സസ് കൊടുത്ത് അതിൽ നിന്നുള്ള ഡേറ്റയൊക്കെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് AIക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു നോളജ് സോഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നുള്ള ഡേറ്റാസിനെ റിട്രീവ് ചെയ്തെടുത്തിട്ട് നമുക്ക് തരുന്ന ഒരു ടെക്നിക്കാണ് റാഗ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ ഡേറ്റ സോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ് ഫയൽസ് ആവാം, ഇല്ലെങ്കിൽ കുറേ PDFs ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡേറ്റാബേസ് ആയിരിക്കാം. നമുക്കിത് ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സ് വഴിയാണ് ഒരു റാഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ ഇൻഡെക്സിങ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡേറ്റ റിട്രീവൽ ആൻഡ് ജനറേഷൻ എന്നുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റിൽ, ഇത് PDF ആവാം, അല്ലെങ്കിൽ എന്താവാം വേർഡ് ഡോക്യുമെൻറ്റ്സ് ആവാം, എന്ത് രീതിയിലാണോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഉള്ളത്, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഡേറ്റാബേസിനെ കണക്ട് ചെയ്യുന്നതാവാം, ആ ഒരു ഡോക്യുമെൻറ്റ്സിനെ ഫസ്റ്റ് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റുകളെ ചെറിയ മാനേജബിൾ ആയിട്ടുള്ള പാരഗ്രാഫ്സ് അല്ലെങ്കിൽ ചങ്ക്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യും. അതാണ് ഇവിടെ ഈ ഡേറ്റ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AIക്ക് ഒരു ഇൻഫർമേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് എളുപ്പം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ചങ്കുകളായിട്ട് ഈ ഒരു ബിഗ് ഡോക്യുമെൻറ്റുകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംബെഡിങ് ആണ്. എംബെഡിങ്ങിൽ നമ്മൾ ഈ ഓരോ ചങ്കുകളുണ്ടല്ലോ, ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ഓരോ ചങ്ക്സിനെയും ഒരു സ്പെഷ്യൽ മോഡൽ വെച്ചിട്ട് ഒരു ന്യൂമറിക് കോഡാക്കി നമ്മൾ മാറ്റും. ഇതിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. ഈ ഓരോ ടെക്സ്റ്റ് ചങ്ക്സിനെയും നമ്മൾ ഒരു വെക്റ്റർ എംബെഡിങ് ആക്കി മാറ്റും. ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ ഈ ഡേറ്റ എംബെഡിങ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. അപ്പോൾ ഈ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ ടെക്സ്റ്റിൻ്റെയും മീനിങ്ങിനെയാണ് ഓരോ വെക്റ്ററും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ വെക്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഒരു വെക്റ്റർ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ബേസിക്കലി ഇവിടെ 4 സ്റ്റെപ്പുകളാണ് നടക്കുന്നത്. നമ്മൾ ആദ്യം ഡേറ്റാസിനെയൊക്കെ ലോഡ് ചെയ്യും. ആ ലോഡ് ചെയ്ത ഡേറ്റാനെ നമ്മൾ എന്ത് ചെയ്യും? ചങ്ക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ടെക്സ്റ്റ് ചങ്ക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി ആ ചങ്ക്സിനെ നമ്മൾ എംബെഡിങ്സ് ആക്കി മാറ്റും. ഓക്കെ, വെക്റ്റർ എംബെഡിങ് ആക്കി മാറ്റും. എന്നിട്ട് ആ ഒരു എംബെഡ് ചെയ്ത വെക്റ്റേഴ്സിനെ എല്ലാം നമ്മളൊരു വെക്റ്റർ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ഫസ്റ്റ് പാർട്ട് നടക്കുന്നത്. ഇനി അടുത്ത പാർട്ട് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എംബെഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് നമ്മളെല്ലാ ഡേറ്റാസും വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മളുടെ ഒരു ക്വറി ചോദിക്കാമെന്ന് വെക്കുക. ഒരു യൂസർ ഒരു ക്വറി ചോദിച്ചു, നമുക്ക് വേണ്ട ഡേറ്റ എല്ലാം ഇപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂസർ നമ്മുടെ അടുത്ത് ഇവിടെ ക്വറി ചോദിച്ചു, ഒരു ഇൻഫർമേഷൻ ചോദിച്ചു. ഈ ഇൻഫർമേഷനെ, യൂസർ ചോദിച്ച ഇൻഫർമേഷനെ ആദ്യം എന്ത് ചെയ്യും? ഒരു വെക്റ്റർ എംബെഡിങ് ആക്കി മാറ്റും. എന്നിട്ട് ആ ഒരു ഡേറ്റാബേസിൽ പോയി സെർച്ച് ചെയ്ത് നോക്കും. വെക്റ്റർ ഡേറ്റാബേസിൽ പോയിട്ട് ഇത് സെർച്ച് ചെയ്ത് നോക്കും. വെക്റ്റർ ഡേറ്റാബേസിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളുടെ യൂസർ ചോദിച്ച ക്വറിക്ക് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ചങ്ക്സ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്യും. എന്നിട്ട് ആ ഒരു ടോപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചങ്ക്സ് ആണ് എന്ത് ചെയ്യുന്നത്? വെക്റ്റർ ഡേറ്റാബേസിൽ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നത്. ഈ ടോപ്പ് ഇൻഫർമേഷൻസ് നമ്മുടെ LLMനെ നമ്മൾ ഫീഡ് ചെയ്യും. എന്നിട്ട് ഫൈനലി നമ്മുടെ ഈ LLM, ChatGPT ഒക്കെ പോലെയുള്ള നമ്മുടെ LLM എന്ത് ചെയ്യും? നമ്മുടെ യൂസർ ചോദിച്ച ഒറിജിനൽ ക്വസ്റ്റ്യനും ഇപ്പോൾ റിട്രീവ് ചെയ്തിട്ടുള്ള ഈ ന്യൂ ഇൻഫർമേഷൻസും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് സ്മാർട്ടും അക്യുറേറ്റും ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സ് ത്രൂ ആണ് നമ്മുടെ ഒരു റാഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ ഇൻഡെക്സിങ്. അതുവഴി നമ്മൾക്ക് വേണ്ട ഡോക്യുമെൻസിനെ നമ്മൾ ടെക്സ്റ്റ് ചങ്ക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ടെക്സ്റ്റ് ചങ്ക്സിനെ നമ്മൾ എംബെഡ് ചെയ്യുന്നു. ആ എംബെഡഡ് ആയിട്ടുള്ള വെക്റ്റേഴ്സിനെ വെക്റ്റർ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എല്ലാം നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ LLMനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസർ ഒരു ക്വറി ചോദിക്കുന്ന സമയത്ത് യൂസർ ക്വറീനെ നമ്മൾ ഫസ്റ്റ് എന്താക്കി മാറ്റുന്നു? വെക്റ്റർ എംബെഡിങ് ആക്കി മാറ്റുന്നു. എന്നിട്ട് വെക്റ്റർ ഡേറ്റാബേസിൽ പോയി സെർച്ച് ചെയ്യുന്നു. അതായത് ഈ വെക്റ്റർ ഡേറ്റാബേസ്, ഓക്കെ, ഈ ഒരു ഡേറ്റാബേസ് തന്നെയാണ് ഇതിൽ പോയി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നു. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ക്വറി ആയിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള ചങ്ക്സിനെ റിട്രീവ് ചെയ്തെടുക്കുന്നു. ആ റിട്രീവ് ചെയ്ത ഇൻഫർമേഷൻ LLMന് ഫീഡ് ചെയ്യുന്നു. LLM യൂസർ ക്വറിയുമായിട്ട് ഇതിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാബേസിൽ വേണ്ടിയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് റിട്ടേൺ ആയിട്ട് ആൻസർ ആയിട്ട് നൽകുന്നു. അപ്പോൾ നമ്മൾ എന്താണ് റാഗ് എന്ന് നോക്കി, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി നമുക്ക് കുറച്ച് റിയൽ വേൾഡ് യൂസ് കേസസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് കസ്റ്റമർ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് റാഗിനെ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു റാഗ് പവേർഡ് ചാറ്റ് ബോട്ടാണ് എങ്കിൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ ഒരു ഓർഡർ ഹിസ്റ്ററി ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ റീഫണ്ട് റിട്ടേൺ പോളിസി ചോദിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ടൈമിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡേറ്റാബേസിൽ നിന്നും ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുത്തിട്ട് അതിന് അപ്ഡേറ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്ടറിന് ഒരു പേഷ്യൻറ്റിൻ്റെ സ്പെസിഫിക് കേസ് എന്ത് ചെയ്യാം? റിലേറ്റ് ചെയ്തിട്ട് മെഡിക്കൽ റിസർച്ചുകളെ കുറിച്ചൊക്കെയുള്ള റാഗ് വെച്ചിട്ട് അതിനെന്ത് ചെയ്യാം? വളരെ ക്വിക്കായിട്ട് തന്നെ അപ്ഡേറ്റ്സ് സമ്മറൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു കേസ് എൻ്റർപ്രൈസ് സെർച്ച് ആൻഡ് നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു വലിയൊരു കമ്പനിയിൽ ഇൻഫർമേഷൻസ് എല്ലാം പല സ്ഥലത്തായിരിക്കും. ചിലത് സ്ലാഗ് മെസ്സേജിലായിരിക്കും, ചിലത് അവരുടെ ഗൂഗിൾ ഡോക്സ് ആയിട്ടായിരിക്കും, ചിലത് PDFs ആയിട്ടായിരിക്കും. പല സ്ഥലത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു എംപ്ലോയിക്ക് ഒരു സ്പെസിഫിക് ഡീറ്റെയിൽ, ഫോർ എക്സാമ്പിൾ വെച്ച് ഒരു മാർക്കറ്റിംഗ് പോളിസീനെ കുറിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് എഫേർട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു റാഗ്
റാഗ് പവേർഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ സെർച്ച് എഞ്ചിൻ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചാൽ ക്വിക്കായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇൻഫർമേഷൻസ് അവർക്ക് ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിങ്ങിലും അതുപോലെ തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് റിപ്പോർട്ട്സ് ഒക്കെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ പ്രീവിയസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു റാഗ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിപ്പോർട്ട്സും അനാലിസിസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലീഗൽ ആൻഡ് കംപ്ലയൻസ് അസിസ്റ്റൻസിനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ലീഗൽ വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കോംപ്ലക്സ് കോൺട്രാക്ട്സും ഒരുപാട് ലോസും ഒരുപാട് പേജസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉള്ളൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ലീഗൽ ആൻഡ് കോംപ്ലയൻസ് അസിസ്റ്റൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റാഗ് സിസ്റ്റത്തിനെ ഈ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ച് ട്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോയറിന് ഫോർ എക്സാമ്പിൾ ഷോ മീ ഓൾ കോൺട്രാക്ട്സ് വിത്ത് എ റിന്യൂവൽ ക്ലോസ് ദാറ്റ് എക്സ്പയർസ് ഇൻ ദ നെക്സ്റ്റ് 90 days എന്ന് പറഞ്ഞിട്ട് റാഗിൻ്റെ അടുത്ത് ചോദിച്ചാൽ റാഗ് ക്വിക്ക്ലി നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഉള്ള ഡോക്യുമെൻറ്റ്സിനെയൊക്കെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫെച്ച് ചെയ്ത് തരാനായിട്ട് പറ്റും. ഇതൊരു ഫ്യൂ എക്സാമ്പിൾസ് ആണ്. എല്ലാ ബിസിനസ്സിനും ഓരോ യൂസ് കേസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ റാഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാം. സ്പെസിഫിക് കമ്പനി ഇൻഫർമേഷൻസ് വെച്ച് തന്നെ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ഡ്രൈവ് ചെയ്ത് തരാനായിട്ട് റാഗിന് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി റാഗ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ഇൻഫർമേഷൻസ് ഒന്നും ഇപ്പോൾ ഉണ്ടാവില്ല. കാരണം നമ്മൾ വെക്റ്റർ ഡേറ്റാബേസിൽ നമ്മളുടെ കറൻറ്റ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡേറ്റഡ് ഇൻഫർമേഷൻസ് ഒന്നും ഇനി നമുക്ക് കിട്ടില്ല. അടുത്തത് ഹാലുസിനേഷൻസ് കുറവായിരിക്കും. അതായത് എ ഐക്ക് ഇമാജിൻ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ വരില്ല. റാഗ് എ ഐയെ റിയൽ ഫാക്ട്സിൽ തന്നെ ഗ്രൗണ്ട് ചെയ്തുകൊണ്ടിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, റെസ്പോൺസസ് തരുന്നുണ്ടാവുക. ഹൈപ്പർ റെലവൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇത് പറയുന്നതിന് പകരം നമ്മുടെ ഡേറ്റയിൽ നിന്ന് തന്നെ ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് റാഗ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾ വർക്ക് ഫ്ലോ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഈ ഡേറ്റ ഇൻഡെക്സിങ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം, അതിനെ ടെക്സ്റ്റ് ചങ്ക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം, വെക്റ്റർ എംബെഡിങ്സ് ആക്കി മാറ്റണം, ഒരു വെക്റ്റർ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വെക്റ്റർ ഡേറ്റാബേസ് ആണ് നമ്മളിനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പൈൻ കോൺ എന്ന് പറയുന്ന ഈ ഒരു വെക്റ്റർ ഡേറ്റാബേസ് ആണ്. ഈ ഒരു ലിങ്കിലേക്ക് നിങ്ങൾ വരിക. ഇതിൻ്റെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് സൈൻ അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇൻഡെക്സസിൽ വന്നിട്ട് ഈ ക്രിയേറ്റ് ഇൻഡെക്സ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ഇൻഡെക്സ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. റെസ്യൂംസ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ കോൺഫിഗറേഷൻ്റെ ഉള്ളിൽ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് എംബെഡിങ് 3 സ്മോൾ എന്ന് പറയുന്ന ഈ ഓപ്പൺ എ ഐയുടെ കോൺഫിഗറേഷനാണ്. നമ്മൾ പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഈ എംബെഡ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ എംബെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷനാണ് ഈ ഒരു കോൺഫിഗറേഷൻ. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഇൻഡെക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള വെക്റ്റർ ഡേറ്റാബേസ് സെറ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ എന്ത് ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനെ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നമ്മുടെ ഒരുപാട് നമ്മുടെ വരുന്ന റെസ്യൂംസ് എല്ലാം ഇവിടെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ റെസ്യൂമിനെയാണ് നമ്മളിനി ഈ വെക്റ്റർ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോയുടെ നെയിം ഞാൻ റെസ്യൂം അപ്ലോഡ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്പ് പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും വർക്ക് ഫ്ലോൻ്റെ ഉള്ളിലും ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വർക്ക് ഫ്ലോ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമുക്ക് ട്രിഗർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ട്രിഗർ മാനുവലി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലാണ്
ഈ ഒരു റെസ്യൂമുകളെല്ലാം കിടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഇതെന്തുവാകും. ഇപ്പോൾ ഞാനിവിടെ റെസ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഫോർ എക്സാമ്പിൾ പോളിസീസ്, FAQs അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ഒരു HR ഏജൻറ്റിനെ ബിൽഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ റെസ്യൂംസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളിവിടെ ഒരു ഫസ്റ്റ് നോഡ് ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് എന്താണ് ആഡ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഗൂഗിൾ നമ്മുടെ ഡ്രൈവിന് ഇതിൽ നിന്നും നമ്മുടെ ഇതിന് ആക്സസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുത്ത നോഡ് ആഡ് ചെയ്യാണ്. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന നോഡ് ആഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ സെർച്ച് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ആണ് എന്ന് പറയുന്ന നോഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതാണോ അത് ഒതൻറ്റിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങൾ ഈ ആഡ് ഫിൽറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ഏത് ഫോൾഡറിലാണ് നമ്മുടെ ഈ ഒരു നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഉള്ളതെന്ന് എടുക്കുക. ഇപ്പോൾ എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ റെസ്യൂംസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ ആ ഒരു റെസ്യൂം എന്നുള്ള ഫോൾഡർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും റിട്ടേൺ ചെയ്യാനായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. റിട്ടേൺ ഓൾ എന്ന് പറയുന്ന ഇത് ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് സ്റ്റെപ്പ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് ആ ഒരു ഇതിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും 47 ഐറ്റംസ് ഉണ്ട്. ആ 47 ഐറ്റംസും ഇവിടെ ഫെച്ച് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്കിവിടെ ഇതിൻ്റെ ഐഡികളാണ് ഫെച്ച് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സെർച്ച് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് പറയുന്ന ഈ നോഡിൽ നിന്നും. ഇനി നമുക്ക് ഈ ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യണം? ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ അടുത്ത ഒരു നോഡ് ആഡ് ചെയ്യാണ്. അടുത്ത നോഡ് ആഡ് ചെയ്തു. ഡൗൺലോഡ് ഫയൽ എന്ന് പറയുന്ന നോഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിസോഴ്സ് നമുക്ക് ഫയലാണ്. എന്താണ് ഓപ്പറേഷൻ? ഡൗൺലോഡ് ഓപ്പറേഷൻ ആണ്. ഫ്രം എന്താണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഫ്രം നമ്മുടെ ID എന്നാണ് നമുക്കിത് ഗെറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾക്ക് നേരത്തെ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ IDനെ നമ്മളിവിടെ പാസ് ചെയ്ത് വിടണം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു നോഡ് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഡേറ്റാസ് എല്ലാം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാം നമുക്ക് ബൈനറി ഡേറ്റ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് 47 ഐറ്റംസ് ഉണ്ടല്ലോ. ഈ 47 ഐറ്റംസിനെ നമുക്കിനി നമ്മൾ പൈൻകോൺ വെക്ടർ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യണം. ഇതിന് ഓരോന്നിനും ലൂപ്പ് ചെയ്തിട്ട് വേണം നമുക്കത് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് ഒരു ലൂപ്പ് നോഡ് കൊടുക്കുകയാണ്. ലൂപ്പ് യൂഷ്വലി നമ്മുടെ ഫോർ ലൂപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓരോന്നിനും എടുത്തെടുത്തിട്ട് അത് ആഡ് ചെയ്യും. ഇവിടെ ബാച്ച് സൈസ് 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു നോഡിൽ ഇനി നമുക്ക് നമ്മുടെ പൈൻകോൺ വെക്ടർ സ്റ്റോർ ആഡ് ചെയ്യണം. അതിന് പൈൻകോൺ വെക്ടർ സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു നോഡ് ചൂസ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലെ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ആഡ് ഡോക്യുമെൻറ്റ്സ് ടു ദ വെക്ടർ സ്റ്റോർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ആക്ഷൻ ചൂസ് ചെയ്യുക. ഇനി നമ്മുടെ പൈൻകോൺ അക്കൗണ്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ ക്ലിക്ക് ചെയ്യുക. പൈൻകോണിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ API കീസിൽ പോയി കഴിഞ്ഞാൽ ഈ API കീസ് എന്നുള്ള ഈ ടാബിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്രിയേറ്റ് API കീ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു കീ നെയിം കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് കീ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു API കീ കിട്ടും. ഈ ഒരു കീനെ നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് API കീ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണക്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. API കീ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻസേർട്ട് ഡോക്യുമെൻറ്റ്സ് ആണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ലിസ്റ്റ് എന്നുള്ളത് കാണാം. എന്നിട്ട് ചൂസ് ചെയ്യുമ്പം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു, റെസ്യൂംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ചൂസ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് എംബഡ് ചെയ്യാനായിട്ടുള്ള നോഡാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു? എംബഡിങ്സ് ഓപ്പൺ ആഡ് ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് വെച്ച് അക്കൗണ്ട് ചൂസ് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു മോഡൽ എന്ത് ചെയ്യുക? 3 സ്മോൾ എന്നുള്ളത് ചൂസ് ചെയ്യുക. കാരണം നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചിരുന്നു. നമ്മൾ മോഡൽ 3 സ്മോൾ എന്നുള്ള എംബഡിങ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങളിവിടെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് ചൂസ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത് അടുത്ത നോഡ് ആഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിഫോൾട്ട് ഡേറ്റ ലോഡർ കൊടുക്കാം. ഡിഫോൾട്ട് ഡേറ്റ ലോഡറിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് വരുന്ന ഡേറ്റ എന്ന് പറയുന്നത് ബൈനറി ഫയലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബൈനറി എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് സ്പ്ലിറ്റർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ കൊടുക്കുന്നത് റിക്കേഴ്സീവ് ക്യാരക്ടർ ടെക്സ്റ്റ് സ്പ്ലിറ്റർ ആണ്. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. സ്പ്ലിറ്റ് ടെക്സ്റ്റ് ഇൻ ടു ചങ്ക്സ് ബൈ ക്യാരക്ടേഴ്സ് റിക്കേഴ്സീവ്ലി റെക്കമെൻഡഡ് ഫോർ മോസ്റ്റ് യൂസ് കേസസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റിനെ ചങ്ക്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഇതാണ് വരുന്നത്. ഓക്കെ, എന്തോരം ക്യാരക്ടേഴ്സ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചങ്ക് സൈസ് വെച്ചിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡോക്യുമെൻറ്റ്സിനെ ഓരോന്നിനെയും നമ്മൾ ഈ പൈൻകോൺ വെക്ടർ സ്റ്റോർ എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ചങ്ക്സ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എംബെഡ് ചെയ്തിട്ട് പൈൻകോൺ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫ്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലോ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 47 ഐറ്റംസ് ഉള്ളത് കൊണ്ടാണ് അത് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് ചെയ്യാനോ പഠിക്കാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1 or 2 ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും ടൈം എടുക്കില്ല. അപ്പോൾ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് ഫ്ലോ ഇവിടെ ഫുള്ളി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പൈൻകോണിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നമ്മുടെ ഈ ഒരു ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ഓരോന്നും ഡിഫറെൻറ്റ് എംബെഡിങ് ആയിട്ട് ആഡ് ആയിരിക്കുന്നത് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡേറ്റ റിട്രീവൽ ആൻഡ് ജനറേഷൻ എന്നുള്ള സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു അടുത്ത വർക്ക് ഫ്ലോ ആയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചാറ്റ് മെസ്സേജാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു യൂസർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ചാണ് നമുക്ക് റിപ്ലൈ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചാറ്റ് മെസ്സേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ടത് ഒരു AI ഏജൻറ്റിനെയാണ്. നമ്മുടെ AI ഏജൻറ്റിന് എന്ത് കൊടുക്കണം, നമ്മൾ എന്താണോ ചാറ്റ് ഇൻപുട്ട് നമ്മളിവിടെ കൊടുത്തു, അതുപോലെ തന്നെ സിസ്റ്റം മെസ്സേജ് ആഡ് ചെയ്ത് കൊടുക്കണം, എന്താണ് ഏജൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നമുക്ക് OpenAIയുടെ മോഡൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ OpenAIയുടെ മോഡൽ ചാറ്റ് മോഡൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഏജൻറ്റിന് ആ ഒരു ചാറ്റിൻ്റെ ഒരു മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു സിമ്പിൾ മെമ്മറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് വിൻഡോ ലെങ്ത് 5 ആണ്. അതായത് 5 ചാറ്റ് വരെ അതിനെന്ത് ചെയ്യാൻ പറ്റും, റിമെമ്പർ ചെയ്ത് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് തരാനായിട്ട് പറ്റും. ഇവിടെ ഒരു ടൂള് കണക്ട് ചെയ്യണം നമ്മൾ ഇവിടെ. ഈ വെക്ടർ സ്റ്റോർ ടൂൾ നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുക, യൂസസ് ടൂൾ ടു ഗെറ്റ് എനി ഇൻഫർമേഷൻ ആസ്ക്ഡ് ബൈ ദ യൂസർ എന്ന് കൊടുക്കാം. ഇതിനുശേഷം ഇവിടെ നമുക്ക് നമ്മുടെ വെക്ടർ ഡേറ്റാബേസ് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പൈൻകോൺ വെക്ടർ സ്റ്റോർ കൊടുക്കുക. എന്നിട്ട് ഏതാണോ നമ്മൾ ഒതൻറ്റിക്കേഷൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ ആ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്യുക. ഇനി ഇവിടുത്തെ നമ്മുടെ ഓപ്പറേഷൻ മോഡ് എന്ന് പറയുന്നത് റിട്രീവ് ഡോക്യുമെൻറ്റ്സ് ആണ്. നേരത്തെ നമ്മൾ ഇൻസേർട്ടായിരുന്നു കൊടുത്തിരുന്നത്, പക്ഷേ ഇവിടെ നമുക്കിനി ഡേറ്റ ഫെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ റിട്രീവ് ഡോക്യുമെൻറ്റ്സ് എന്ന് കൊടുത്തു. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഏത് ഇൻഡെക്സിൽ നിന്നാണെന്നുള്ളതും ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മളിവിടെ ഇതിന് എംബെഡിങ് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ കൊടുത്തത് തന്നെ നമ്മൾ കൊടുക്കാം. എംബെഡിങ് OpenAIയുടെ ഈ ഒരു എംബെഡിങ് ചൂസ് ചെയ്ത് കൊടുക്കുക. മോഡൽ ചൂസ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഇതിന് മോഡൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി നമുക്ക് OpenAIയുടെ ചാറ്റ് മോഡൽ തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വർക്ക് ഫ്ലോ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഏജൻറ്റിനെ ടെസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള കുറച്ച് ജോബ് ഓപ്പണിങ്സ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനിയുടെ തന്നെയുള്ള കറൻ്റ്ലി ഉള്ള ജോബ് ഓപ്പണിങ്സിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ റിക്വയർമെൻറ്റ് ഏതെങ്കിലും ഉള്ളതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള ഒരു ജോബിൻ്റേത് നമുക്ക് കൊടുക്കാം. Find me the candidates that is best suitable for the job.
ഓക്കെ. അപ്പോൾ നമ്മൾ ജോബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ജോബ് വേണ്ടത്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണെന്നുള്ളതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് അത് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്യൂട്ടബിൾ ക്യാൻഡിഡേറ്റിനെ ഫെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ക്യാൻഡിഡേറ്റ് നെയിം, എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്നും എന്തെങ്കിലുമൊക്കെയാണ് എക്സ്പെർട്ടൈസും കാര്യങ്ങളും ഉള്ളതെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡ് യു ലൈക്ക് മീ ടു സെൻഡ് ഹിം ദ ജോബ് ഓഫർ മെയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓഫർ മെയിലല്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങളോ മെയിലോ ഒക്കെ വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാനായിട്ടും ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്തൊരു നോഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, മെയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഉള്ള നോഡ്. ഇനി നമുക്ക് വേറെ ഒരെണ്ണത്തിൻ്റെ നോക്കാം. ഓക്കെ, ഈ ജൂനിയർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്നുള്ള ഒരു പോസ്റ്റിൻ്റെ നമുക്ക് ഫൈൻഡ് മീ ടോപ്പ് 3 candidates that matches this job. അപ്പോൾ നമ്മളിവിടെ ഒരു ജൂനിയർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിൻ്റെ ഒരു ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് 3 കാൻഡിഡേറ്റ്സിനെ ഞാൻ പെർഫെക്റ്റ് നമുക്ക് മാച്ച് ആവുന്നത് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആദ്യത്തെ 3 മാച്ചിങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പം നമ്മളിവിടെ റെസ്യൂമിൻ്റെ ആണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കമ്പനി ഡേറ്റാബേസ് കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമുക്ക് എൻട്രി ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഇനി മൾട്ടിപ്പിൾ വർക്ക് ഫ്ലോസ് നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെയാണോ നമ്മുടെ യൂസ് കേസ്, ഇമെയിൽ സെൻഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ആ നോഡ് കണക്ട് ചെയ്തിട്ട് ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ടും ഒക്കെ പോസിബിൾ ആണ്. ഇനി നിങ്ങൾ ജോബ് നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ വേറൊരു കേസ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ, നിങ്ങൾ റെസ്യൂമേസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം ATS ഫ്രണ്ട്ലി ആയിട്ട് തന്നെ റെസ്യൂമേ എല്ലാം പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെയുള്ള ഏജൻറ്റിസ്റ്റിക് സിസ്റ്റംസ് മിക്ക കമ്പനീസിലും ഇപ്പം ഉണ്ടായിരിക്കും. അവർ റെസ്യൂമേസ് എല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഏജൻസൊക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് തരുന്ന കേസിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ റെസ്യൂമേസ് ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഈ ഒരു സിസ്റ്റമൊക്കെ അത് റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. മാനുവലി ഇരുന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിൽ നിന്നും ഒരുപാട് കമ്പനീസ് അതിപ്പോൾ മാറിയിട്ടുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റെസ്യൂമേസ് എക്സ്ക്ലൂഡായി പോകാനായിട്ടുള്ള പ്രോബബിലിറ്റീസ് അങ്ങനെ വരുമ്പോഴത്തേക്കിന് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേസ് തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വർക്ക് ഫ്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ റിട്രീവൽ എന്ന് പറയുന്ന സ്റ്റേജാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസർ ക്വറി നമ്മൾ ചോദിച്ചു, എന്നിട്ട് അതിനെ എംബെഡ് ചെയ്തു നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് വേണ്ട റെസ്യൂമേസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിന് മാച്ച് ആവുന്ന റെസ്യൂമേസ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് തന്നിട്ട് LLM നമുക്ക് റെസ്പോൺസ് തന്നതാണ് നമ്മളിപ്പോൾ ഇവിടെയെല്ലാം കണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റാഗിൻ്റെ ബേസിക് കൺസെപ്റ്റ് കൂടി പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ക്ലിയർ ആവില്ല. നമുക്ക് 2 സ്റ്റെപ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നമ്മുടെ പൈൻ കോണിലേക്ക് ആഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളത് റിട്രീവ് ചെയ്തെടുക്കുന്നു. ഇതാണ് ബേസിക്കലി റാഗിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൂടുതലായിട്ടുള്ള നോഡുകളും നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇതിനെ എന്ത് ചെയ്യും, കുറച്ചും കൂടിയും എൻഹാൻസ് ചെയ്ത് മോർ കോംപ്ലെക്സ് ആയിട്ടുള്ള സിസ്റ്റംസ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കും. അപ്പോൾ റാഗ് സിസ്റ്റം എന്താണെന്നുള്ളതും ഇത് വെച്ച് എങ്ങനെയാണ് വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക്
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഇതുപോലെയുള്ള N8N വർക്ക് ഫ്ലോസ് നോ കോഡായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ നമ്മളതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അവരതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പോലും ഒരു എ ഐയിലൊരു നല്ല രീതിയിലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ AI ഓട്ടോമേഷൻ്റെ ഫീൽഡ്. ഇനി അങ്ങോട്ടുള്ള ഒരു നമ്മുടെ ഒരു ഫ്യൂച്ചറിൽ തന്നെ ഒരുപാട് കമ്പനീസിലൊക്കെ വരുന്ന ഒരു മേജർ റിക്വയർമെൻ്റ് ആയിരിക്കും ഇതുപോലെയുള്ള AI ഓട്ടോമേഷൻസ്. ഓരോ ബിസിനസ്സിനും അവരുടേതായിട്ടുള്ള രീതികളിൽ ഈ ഓട്ടോമേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ്സിൽ ഏത് വേർട്ടിക്കലിലാണ് ഓട്ടോമേഷൻ കൊണ്ടുവരാൻ പറ്റുന്നത്, ആ ഒരു വേർട്ടിക്കൽസിൽ എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള ഓട്ടോമേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് മാക്സിമം എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.